എന്തുകൊണ്ടാണ് എക്സ്ഹോസ്റ്റിൽ നിന്ന് നീലപ്പുക വരുന്നത്? എക്സ്ഹോസ്റ്റിൽ നിന്നുള്ള നീലപ്പുക സാധാരണയായി ജ്വലന അറയിൽ എഞ്ചിൻ ഓയിൽ കത്തുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇത് നിരവധി പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടാകാം. ഏറ്റവും സാധാരണമായ കാരണം തേയ്മാനം സംഭവിച്ച പിസ്റ്റൺ റിങ്ങുകളോ വാൽവ് സ്റ്റെം സീലുകളോ ആണ്. ഇത് എണ്ണയെ കടന്നുപോകാൻ അനുവദിക്കുകയും ഇന്ധനവായു മിശ്രിതവുമായി കലർത്തുകയും ചെയ്യുന്നു. തേയ്മാനം സംഭവിച്ച പിസ്റ്റൺ റിങ്ങുകൾ സിലിണ്ടർ വാൾവുകളിൽ നിന്ന് എണ്ണ നീക്കം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു. അതേസമയം തകരാറിലായ വാൽവ് സ്റ്റെം സീലുകൾ എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോൾ ജ്വലന അറയിലേക്ക് എണ്ണ ചോരാൻ അനുവദിക്കുന്നു. തെറ്റായ പിസിവി പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ വാൽവാണ് മറ്റൊരു പ്രശ്നം. ഇത് അടച്ചാൽ ക്രാങ്കേസ് മർദ്ദം വർദ്ധിപ്പിക്കുകയും ജ്വലന മേഖലയിലേക്ക് എണ്ണയെ നിർബന്ധിക്കുകയും ചെയ്യും. ടർബോചാർജ് എഞ്ചിനുകളിൽ പരാജയപ്പെടുന്ന ടർബോചാർജർ സീലിൻ എക്സ്ഹോസ്റ്റ് അല്ലെങ്കിൽ ഇൻടേക്ക് സിസ്റ്റത്തിലേക്ക് എണ്ണ ചോർന്ന് നീലപ്പുക ഉത്പാദിപ്പിക്കാൻ കഴിയും. അമിതമായ എണ്ണയുടെ അളവ് അല്ലെങ്കിൽ തെറ്റായ വിസ്കോസിറ്റി ഓയിൽ ഉപയോഗിക്കുന്നതും എണ്ണ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. പുക കൂടുതലും സ്റ്റാർട്ടപ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അത് പലപ്പോഴും വാൽവ് സീൽ തേയ്മാനം സൂചിപ്പിക്കുന്നു. അതേസമയം ആക്സിലറേഷൻ സമയത്തെ നിരന്തരമായ പുക പിസ്റ്റൺ റിംഗ് പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ പ്രശ്നം അവഗണിക്കുന്നത് എഞ്ചിൻ പ്രകടനം കുറയ്ക്കുന്നതിനും സ്പാർക്ക് പ്ലഗുകൾക്കും കാറ്റലിറ്റിക് കൺവെർട്ടറിന് കേടുപാടുകൾ വരുത്തുന്നതിനും കാരണമാകും. കൃത്യമായ കാരണം നിർണ്ണയിക്കാൻ ഒരു കംപ്രഷൻ ടെസ്റ്റ്, ലീക്ക് ഡൗൺ ടെസ്റ്റ് അല്ലെങ്കിൽ പിസിവി സിസ്റ്റത്തിന്റെയും ടർബോചാർജറിന്റെയും പരിശോധന എന്നിവ ശുപാർശ ചെയ്യുന്നു. പ്രശ്നം നേരത്തെ പരിഹരിക്കുന്നതിലൂടെ ചെലവേറിയ എഞ്ചിൻ അറ്റകുറ്റപ്പണികൾ തടയാൻ കഴിയും.